ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും നമ്മുടെ കൂട്ടുകാരുടെയിലൊക്കെ ഡംബൽസ് കാണും. ഓക്കെ, ഇപ്പോൾ മിക്കവാറും ആൾക്കാരെല്ലാം ഡംബൽസ് ഉണ്ട് വീടുകളിൽ. ഡംബൽസ് എല്ലാവരും ഓൺലൈനിൽ നിന്നൊക്കെ മേടിച്ച് വെക്കുന്നുണ്ട്. പക്ഷേ ഡംബൽസ് കൊണ്ട് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത്, പ്രോപ്പറായിട്ട് ഏത് രീതിയിലൊക്കെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് മിക്കവാറും ആൾക്കാർക്കൊക്കെ സംശയമാണ്. ഫ്രണ്ട്സ്, നിങ്ങളുടെ കയ്യിൽ 2 ഡംബൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങളുടെ ഫുൾ ബോഡിക്കായിട്ട് വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ ഇന്ന് കാണിച്ചു തരുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ഡംബൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഷോൾഡറിനും നിങ്ങളുടെ ബൈസെപ്സിനും ചെയ്യാൻ പറ്റിയ വർക്കൗട്ടുകളാണ്. ഓക്കെ, അല്പം മസിൽ ബിൽഡിംഗ് ഒക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കൂട്ടുകാരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വർക്കൗട്ടുകളൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ. നല്ല വർക്കൗട്ടുകളാണ്. നിങ്ങൾക്ക് വീട്ടിൽ ഇത് നിന്നുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട. നിങ്ങൾക്ക് വീട്ടിൽ ചെയർ ഉപയോഗിച്ചിട്ട് ചെയറിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഈ വർക്കൗട്ടുകൾ ചെയ്യാം. ഓക്കെ, ചെയറിൽ ഇരുന്നിട്ട് ചെയ്താൽ മതി. ചില ആൾക്കാർക്കൊക്കെ നിന്നുകൊണ്ടൊക്കെ വർക്കൗട്ട് ചെയ്യാനൊക്കെ പ്രയാസമായിരിക്കും. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഒരു കസേരയിൽ ഇരുന്ന് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. അപ്പം ഷോൾഡറിന് വേണ്ടിയിട്ട് 5 വർക്കൗട്ടും ബൈസെപ്സിന് വേണ്ടിയിട്ട് 3 വർക്കൗട്ടുകളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പം കൂടുതൽ ദീർഘിപ്പിക്കുന്നതിന് നേരെ വീഡിയോയിലോട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആ വർക്കൗട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, നിങ്ങളൊരു ചെയറിലിരിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഡംബൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഡംബൽസ് ഇതേ കണക്ക് ഞാൻ ഈ ചെയ്യുന്ന കണക്ക് എടുത്തതിന് ശേഷം ഓക്കെ, നമ്മൾ ഷോൾഡറിന് വേണ്ടിയിട്ട് ഷോൾഡർ പ്രസ്സാണ്, ഡംബൽ ഷോൾഡർ പ്രസ്സാണ് ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, ഇത് കണക്കാണ് നമ്മൾ ഡംബൽ ഷോൾഡർ പ്രസ് ചെയ്യേണ്ടത്. നിങ്ങൾ ഈ ഡംബൽ ഷോൾഡർ പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു 3 സെറ്റ് ചെയ്യുക. ഒരു 15 റപ്സ് വെച്ചിട്ട് ഒരു 3 സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ താഴോട്ട് ഇറങ്ങുമ്പം ഡംബൽസ് മാക്സിമം സ്ലോവിൽ പതുക്കെ പിടിച്ച് കൺട്രോൾ ചെയ്ത് താഴോട്ട് ഇറക്കുക. ഓക്കെ, അപ്പം ഇതിൻ്റെ ബ്രീത്തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ താഴോട്ട് ഡംബൽസ് കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുക, നിങ്ങൾ അപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഓക്കെ, അതിനൊക്കെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഡംബൽസ് തമ്മിൽ കൂട്ടിമുട്ടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഓക്കെ, ഈ ഒരു വർക്കൗട്ട് നിങ്ങളുടെ ഷോൾഡറിന് നല്ലൊരു വർക്കൗട്ടാണ്. നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ 3 സെറ്റെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഡംബൽ അർണോൾഡ് പ്രസ് എന്ന് പറയുന്ന ഒരു വർക്കൗട്ടാണ്. അർണോൾഡ് ഡംബൽ പ്രസ് എന്ന് പറയുന്നൊരു വർക്കൗട്ടാണ്. ഓക്കെ, ആ വർക്കൗട്ടും നമുക്ക് ഇതേ കണക്ക് ഡംബൽ ഉയർത്താം. അതിനുശേഷം കൈ പതുക്കെ താണ്ടി ഇതേ കണക്ക് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ ഈ ചെയ്യുന്ന കണക്ക് ചെറുതായിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക, താഴോട്ട് കൊണ്ടുവരിക മാക്സിമം. ഓക്കെ, അപ്പം ഈ ഒരു വർക്കൗട്ട് നിങ്ങൾ ഒരു 15 റപ്സിൻ്റെ ഒരു 3 സെറ്റ് ചെയ്യുക. ഇതും വളരെ നല്ല ഒരു വർക്കൗട്ടാണ് നമ്മുടെ ഷോൾഡറിന് വേണ്ടിയിട്ട്. ഓക്കെ, നമ്മുടെ ഡെൽറ്റോയിഡിന് വേണ്ടിയിട്ട് നല്ല ഒരു വർക്കൗട്ടാണ്. അപ്പം ഇതും ചെയ്യുന്ന സമയത്ത് മാക്സിമം കൺട്രോൾ ചെയ്ത് പതുക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇതിൻ്റെയും ബ്രീത്തിങ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ താഴോട്ട് ഡംബൽസ് നമുക്ക് റൊട്ടേഷൻ ചെയ്ത് ഇങ്ങനെ താഴോട്ട് വരുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഇൻ. മുകളിലോട്ട് അപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഓക്കെ, അപ്പം ഇതും നിങ്ങൾ പറഞ്ഞ കണക്ക് തന്നെ ഒരു 3 സെറ്റെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ല വർക്കൗട്ടാണ്, നിങ്ങളുടെ ഷോൾഡറിന് വളരെ എഫക്റ്റീവായിട്ടുള്ള വർക്കൗട്ടാണ്. ഓക്കെ, അപ്പം നമുക്ക് മൂന്നാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് ഡംബൽ ഫ്രണ്ട് റൈസ് എന്ന് പറയുന്നൊരു വർക്കൗട്ടാണ്. നിങ്ങൾക്ക് ചെയറിലിരുന്നതിന് ശേഷം നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ടിരിക്കുക. അതിനുശേഷം ഇതേ കണക്ക് നിങ്ങൾക്ക് ഡംബൽസ് ഓരോ കയ്യിലായിട്ട് പതുക്കെ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഉയർത്താം. ഫ്രണ്ടിലോട്ട് ഇതേ ലെവലിൽ നിങ്ങൾക്ക് ഉയർത്താം. അപ്പോൾ ഉയർത്തുന്ന സമയത്ത് നിങ്ങളുടെ എൽബോ ഒരല്പം ബെൻഡ് ചെയ്ത് ഫ്രണ്ടിലോട്ട് ഉയർത്തുക. എൽബോ അല്പം ബെൻഡായിട്ടിരിക്കണം. അപ്പം ഈ ഒരു വർക്കൗട്ട് നിങ്ങൾക്കൊരു 15 റപ്സ് വെച്ചിട്ടൊരു 3 സെറ്റ് ചെയ്യാം. അപ്പം ഒരു കയ്യിലാണ് 15 റപ്സ് ചെയ്യേണ്ടത്. ഓക്കെ, ഒരുപാട് വെയിറ്റ് മുകളിലോട്ട് എടുത്ത് ഉയർത്താനായിട്ട് ശ്രമിക്കരുത്. ഈ ഒരു ലെവലിൽ മാത്രം വന്നാൽ മതി. ഇത് നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഡെൽറ്റോയിഡിന് വേണ്ടിയിട്ടുള്ള ഒരു വർക്കൗട്ടാണ്. ഓക്കെ, അതിനൊക്കെ തന്നെ ചെയ്യുന്ന സമയത്ത് ബോഡി ഒരുപാട് ഷെയ്ക്കൊന്നും ചെയ്യരുത്. വളരെ കൺട്രോൾ ചെയ്ത് സാവധാനത്തിൽ ചെയ്യുക. അപ്പം ഈ ഒരു വർക്കൗട്ടിൻ്റെ ബ്രീത്തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡംബൽ നിങ്ങൾ മുകളിലോട്ട് ഉയർത്തുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക, താഴോട്ട് ഡംബൽസ് വരുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുക. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഡെൽറ്റോയിഡിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ട് എന്ന് പറയുന്നത്. നാലാമത്തെ വർക്കൗട്ടിലോട്ട് പോകും. അപ്പം എല്ലാ വർക്കൗട്ടുകളും നിങ്ങൾ 3 സെറ്റ് വെച്ചാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നാലാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് ഡംബൽ ലാറ്ററൽ റൈസ് എന്ന് പറയുന്നൊരു വർക്കൗട്ടാണ്. നമ്മുടെ സൈഡ് ഡെൽറ്റോയിഡിനെ ഷേപ്പ് ആക്കാൻ വേണ്ടി ചെയ്യുന്നൊരു വർക്കൗട്ടാണ്. നിങ്ങൾക്ക് സ്ട്രൈറ്റ് ആയിട്ടിരിക്കാം. അതിനുശേഷം ഇതേപോലെ നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഒരു 15 റപ്സിൻ്റെ ഒരു 3 സെറ്റെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതേപോലെ ഇത്ര മാത്രം നിങ്ങളുടെ കൈകൾ ഉയർത്തുക. കൈ ഒരല്പം ബെൻഡായിരിക്കണം. ഓക്കെ, നിങ്ങളുടെ എൽബോ ഒരല്പം ബെൻഡായിട്ട് വേണം ചെയ്യാൻ. ഇത് കണക്ക് നിങ്ങൾക്ക് ചെയ്യാം. ഇത് നല്ല ഒരു വർക്കൗട്ടാണ് നിങ്ങളുടെ ഡെൽറ്റോയിഡിനെ ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വർക്കൗട്ടിൻ്റെ ബ്രീത്തിങ് എന്ന് വെച്ചാൽ നിങ്ങൾ താഴോട്ട് വരുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക, മുകളിലോട്ട് ബ്രീത്ത് ഔട്ട്. ഇതേ കണക്കാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം 4 വർക്കൗട്ടുകൾ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി 5ാമത്തെ ഒരു വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ റേ ഡെൽറ്റ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഡെൽറ്റോയിഡിൻ്റെ ബാക്ക് വശമാണ്. ഓക്കെ, അപ്പം അതിനുവേണ്ടി നമുക്ക് ഇതേ കണക്ക് ഒരല്പം ഇതേ കണക്കിരിക്കുക. ഓക്കെ, ഇതേപോലെ അതിനുശേഷം ഡംബലിങ്ങനെ പിടിച്ചതിന് ശേഷം ഇതേ കണക്ക് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ ഡെൽറ്റോയിഡിൻ്റെ ബാക്ക് വശത്തോട്ടാണ് ഇതിൻ്റെ ഒരു എഫക്റ്റ് വരുന്നത്.
അപ്പം ഈ ഒരു വർക്കൗട്ട് നിങ്ങൾക്ക് ഒരു 15 റെപ്സിൻ്റെ ഒരു 3 സെറ്റ് ചെയ്യാം. അപ്പം ഈ ഒരു വർക്കൗട്ടോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡെൽറ്റോയിൻ്റെ വർക്കൗട്ട് ഫിനിഷ് ആകും. ഓക്കെ, ഷോൾഡർ വർക്കൗട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ബൈസെപ്സിൻ്റെ വർക്കൗട്ട് ചെയ്യാം. അപ്പം എല്ലാ വർക്കൗട്ടും 3 സെറ്റ് 15 റെപ്സ് വെച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, വെയിറ്റ് നമുക്ക് ചിലപ്പോൾ ഒറ്റ വെയിറ്റ് ആയിരിക്കും നമ്മുടെ കയ്യിലിരിക്കുന്നത്. അപ്പം നമുക്ക് വെയിറ്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റാത്തതാണ് ഒരേ റെപ്സ് തന്നെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ബൈസെപ്സിൻ്റെ വർക്കൗട്ടിലോട്ട് പോകാം. ബൈസെപ്സിനായിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക ഇതേപോലെ. അതിനുശേഷം ഇത് കണക്കാണ് നമ്മൾ ബൈസെപ്സിൻ്റെ വർക്കൗട്ട് ചെയ്യുന്നത്. ഡംബൽ കേൾ, ബൈസെപ്സ് ഡംബൽ കേൾ. ഓക്കെ, അപ്പം ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വളരെ സാവധാനത്തിൽ താഴോട്ട് ഡംബൽ ഇറക്കുക, വളരെ കോൺസെൻട്രേഷൻ ചെയ്ത്. ഓക്കെ, അതിനുശേഷം ഇത് കണക്കാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ബ്രീത്തിങ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ ഉയർത്തുന്ന സമയത്ത് ഔട്ട് ചെയ്യുക, താഴോട്ട് ഡംബൽ വരുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക. ഓക്കെ, പതുക്കെ ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് പതുക്കെ താഴോട്ട് വരിക, അപ്പ് ബ്രീത്ത് ഔട്ട്. ഇത് കണക്ക് നമ്മൾ ഈ ഒരു വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇത് വളരെ നല്ല ഒരു വർക്കൗട്ടാണ് നിങ്ങളുടെ ബൈസെപ്സിനെ ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു വർക്കൗട്ട് നിങ്ങളൊരു 15 റെപ്സിൻ്റെ ഒരു 3 സെറ്റ് ചെയ്യുക. ഇനി അടുത്തായിട്ട് നമുക്ക് ബൈസെപ്സിൻ്റെ രണ്ടാമത്തെ വർക്കൗട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ബൈസെപ്സ് ഹാമർ കേളാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ വർക്കൗട്ടുകളെല്ലാം തന്നെ നിങ്ങൾക്കൊരു ചെയറിലിരുന്നുകൊണ്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് നിന്ന് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിന്നുകൊണ്ടും നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, യാതൊരു പ്രശ്നങ്ങളുമില്ല. ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഹാമർ കളി ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഡംബൽ ഇതേ കണക്കാണ് പിടിക്കേണ്ടത്. ഓക്കെ, അതിനുശേഷം പതുക്കെ മുകളിലോട്ട് ഉയർത്തുക, താഴോട്ട് മാക്സിമം താഴോട്ട് സ്ട്രെച്ച് ചെയ്യുക കൈ ഇതേപോലെ. കണ്ടില്ലേ, പകുതിക്കൊന്നും കൊണ്ടുവച്ച് നിർത്തരുത്, ഫുള്ളായിട്ട് തന്നെ സ്ട്രെച്ച് ചെയ്യുക, അപ്പ് ചെയ്യുക. ഓക്കെ, ബ്രീത്ത് ഇൻ ചെയ്യേണ്ടത് താഴോട്ട് വരുമ്പോൾ ബ്രീത്ത് ഇൻ ചെയ്യുക, മുകളിലോട്ട് നിങ്ങൾ ഡംബൽ ഉയർത്തുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക. നിങ്ങളെ ബൈസെപ്സിലോട്ട് കോൺസെൻട്രേഷൻ ചെയ്ത് ചെയ്യുക. അപ്പം ഈ ഒരു വർക്കൗട്ട് നിങ്ങൾക്ക് 15 റെപ്സിൻ്റെ ഒരു 3 സെറ്റ് ചെയ്യാം. അപ്പം ബൈസെപ്സിൻ്റെ നമ്മുടെ 2 വർക്കൗട്ടുകൾ ഫിനിഷ് ആയിരിക്കുകയാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഷോൾഡറിനും ബൈസെപ്സിനും വേണ്ടിയിട്ട് ഒരു ദിവസം തന്നെ ചെയ്യാവുന്ന വർക്കൗട്ടുകളാണ് ഞാൻ കാണിച്ചു തരുന്നത്. അടുത്തായിട്ട് നമ്മൾ ബൈസെപ്സിന് ഡംബൽ കോൺസെൻട്രേഷനുകളാണ് ചെയ്യുന്നത്. ഓക്കെ, കോൺസെൻട്രേഷൻ കേട് ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനെ ഇരിക്കാം കസേരയിൽ. അതിനുശേഷം നിങ്ങളുടെ കൈയുടെ എൽബോ തുടയുടെ മുകൾ ഭാഗത്തായിട്ട് ഇതേ കണക്കൊന്ന് വെക്കുക, നല്ല രീതിയിൽ ഹോൾഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇതേപോലെ നമുക്ക് ചെയ്യാം. താഴോട്ട് ഇറക്കാൻ സമയത്ത് നല്ല രീതിയിൽ താഴോട്ട് സ്ട്രെച്ച് ചെയ്യണം കൈ. ഓക്കെ, അപ്പം ഈ ഒരു വർക്കൗട്ടും നിങ്ങൾക്ക് ഒരു 15 റെപ്സിൻ്റെ ഒരു 3 സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഓർക്കുക, ഒരു കയ്യിലാണ് 15 റെപ്സ് ചെയ്യേണ്ടത്. അങ്ങനെ നമുക്ക് ഒരു 3 സെറ്റ് മാറി തിരിച്ച് ചെയ്യാം. ഇതും നിങ്ങളുടെ ബൈസെപ്സിന് വേണ്ടിയിട്ട് വളരെ നല്ല ഒരു വർക്കൗട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഷോൾഡറിന് വേണ്ടിയിട്ട് 5 വർക്കൗട്ട്, ബൈസെപ്സിന് വേണ്ടിയിട്ട് 3 വർക്കൗട്ടുകളാണെന്ന് പരിചയപ്പെട്ടത്. നിങ്ങൾക്ക് വീട്ടിൽ ഫോളോ ചെയ്ത് നോക്കാം. നല്ല റിസൾട്ട് കിട്ടുന്ന വർക്കൗട്ടുകളാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഒരു ലൈക്ക് തരാൻ മറന്നു പോകരുത്. അപ്പോൾ ഞാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇപ്പോൾ അങ്ങനെ പറയാറില്ല. അപ്പോൾ ഇന്ന് പറയുകയാണ്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്, പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ. ഓക്കെ, അപ്പം അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.